മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദർശ ആൻഡ് ഫാമിലി. അപ്പോൾ എല്ലാവരുടെയും വീട്ടുകളിലും നാട്ടുകളിലൊക്കെ മഴ തിമിർക്കുമായിരിക്കും അല്ലേ. ഞാൻ ചുമ്മാ ഉറക്കം എണീറ്റിട്ട് ജനലിൽ കൂടെ ഒന്ന് വീഡിയോ എടുത്ത് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അതും കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ചെന്നപ്പോഴായിരുന്നു എൻ്റെ കിളി പോയത്. മുറ്റത്ത് നിറച്ച് തോടൊഴുകുന്ന പോലെ വെള്ളം ഒഴുകുന്നു. ഞാനിത് കണ്ടപ്പോഴത്തേനും ഞെട്ടിപ്പോയി. കാരണം എൻ്റെ കുഞ്ഞുനാളിലെങ്ങാണ്ട് ഇത് ഇങ്ങനെ ഒരു വട്ടം വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നൈനും അമ്മമ്മേരൂടെ കിടന്നുറങ്ങിയതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല അവൾ എണീറ്റ് പോയതും എടുത്തതും ഒന്നും. അതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേനും ഇതായിരുന്നു വീട്ടിലെ കാഴ്ച. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒരുപാട് മഴ പെയ്തിട്ടുള്ള സമയത്ത് പോലും ഇങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ വെള്ളം ഇതായത്. അപ്പോഴത്തേനും വെള്ളം എന്ന് കേട്ട ഉടനെ ഇറങ്ങിക്കാൻ അതിന് ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നിറങ്ങണമെന്ന് പറഞ്ഞ് അമ്മ കേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടി. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയാലും വെള്ളത്തിൽ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് കയറ്റാൻ ഭയങ്കര പാടാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് വീട്ടിൻ്റെ മുറ്റമായതുകൊണ്ട് ഒന്ന് ഇറക്കി. പിന്നെ അപ്പം തന്നെ ഞാൻ കയറ്റുകയും ചെയ്തു. കാലൊക്കെ കഴുകി ഇനി കൊണ്ടുവന്ന് കയറ്റി. പിന്നെ ഞാൻ ഫുള്ളായിട്ട് വെളിയിലോട്ടൊന്ന് പോയി ഒരു വീഡിയോ എടുത്തിട്ടൊക്കെ വരാമെന്നും കരുതി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. എന്തൊക്കെയാണ് വെളിയിൽ നടക്കുന്നതെന്നും കൂടെ ഒന്ന് കാണാമെന്നും കരുതി ഇറങ്ങി. അപ്പോഴത്തേനാണ് എൻ്റെ പൊന്നെ, ഞാൻ കരുതി വീട്ടിൽ എങ്ങനെയാണ് ഞാൻ സത്യം അത് അപ്പോഴത്തേനും കണ്ടില്ല. വീട്ടിലോട്ടിറങ്ങി ഈ വെളിയിലൊരു സംഭവം കണ്ടപ്പോഴത്തേനും സത്യമായിട്ടും വണ്ടടിച്ച് നിന്നുപോയി. കാരണം തോട്ടും കരയെ കൂടി ഇങ്ങനെ ഒഴുകുന്നത് ഞാൻ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ടെന്ന് അമ്മ പറയുന്നത്. പക്ഷേ എനിക്ക് അത്ര ഓർമ്മയില്ല ഇങ്ങനെ ഒഴുകുന്ന അത്രയ്ക്ക് ഫോഴ്സിൽ വെള്ളം ഒഴുകുമായിരുന്നു. ഷംനാഥയുടെ വീട്ടിൻ്റെ വാതിലിലൊന്നും അവർക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തത്ര രീതിയിൽ വെള്ളമായി. 3 മണിക്ക് എന്തോ പെയ്തു തുടങ്ങിയ മഴയാണ്. എന്നിട്ടാണ് ഇത്രയും വെള്ളം. ആ ബാക്കിലത്തെ വീട്ടിലും കണ്ടില്ലേ, ഇതാ ഫുള്ളായിട്ട് അവരുടെ വീട്ടിലാണ് ഒരുപാട് വെള്ളം കയറിയത്. ആ സിറ്റൗട്ടിലോട്ട് ഫുള്ളായിട്ട് വെള്ളം കയറി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പം നൈനൂന് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമാണ്. അവൾക്ക് എന്താ അറിയാം, നമുക്കിതൊക്കെ ഇങ്ങനെ ചിരിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും പക്ഷേ പുറത്ത് ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേര്. അവൾക്ക് വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാതെ ക്യാമ്പിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. അതിനെയൊക്കെ അപേക്ഷിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങും വെള്ളം. കാരണം ആ ഓടയൊന്ന് തുറന്നു വിട്ടാൽ, അവിടെ ഒരു ഓടയുണ്ട്, ആ ഓടയൊന്ന് തുറന്നു വിട്ടാൽ തീരാവുന്ന വെള്ളമേ ഉള്ളത്. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്നാണ് എപ്പോഴും പാര എടുക്കുന്നത്. അപ്പോൾ പാര നമ്മളെ അമ്മാമൂട്ടിലായതുകൊണ്ട് അത് തുറന്നു വിടാനുള്ള തത്രപ്പാടിൽ ഓരോന്നിടത്ത് ഓടി നടക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് ഈ വെള്ളം ഇത്രയും നിൽക്കുന്നത്. അപ്പോൾ വീട്ടിൻ്റെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേനും അവിടെ നമ്മളെ ബാക്ക് വശത്ത് താമസിക്കുന്നവർക്ക് ഇറങ്ങി വരേണ്ട വഴിയാണിത്. ആ വഴി കണ്ടില്ലേ, ഇതോ ഫുള്ളും വെള്ളം കടൽ പോലെ ഒഴുകുക. അത്രയ്ക്ക് ഫോഴ്സിലായിട്ടാണ് അവിടെ എല്ലാം ഫുള്ളായിട്ട് ഒഴുകുന്നത്. ആ 2 നില വീട്ടിനകത്ത് അവിടെ അകത്തും ഫുള്ള് വെള്ളമായിട്ടുണ്ട്. നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. നല്ല തെളിഞ്ഞ് നല്ല വെള്ളം അത്. ഓരോരുത്തരും കൊണ്ട് അവിടെ നിന്ന് കുത്തിയൊക്കെ എടുത്ത് വിട്ടിട്ട് അവിടെ നിന്ന് നടന്നു വരും. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ കുറച്ചും കൂടെ മുമ്പ് ഇവിടെ ഭയങ്കര ആളായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഇച്ചിരി താമസിച്ച് പോയതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് എണീറ്റ് വന്നതേ ഉള്ളൂ. ഞാൻ എണീറ്റിട്ടാണ് അവനും കണ്ടത്. അവനും കണ്ട് ഞെട്ടി, ഞാനും ഞെട്ടി. പിന്നെ വേറൊരു ഇടവഴിയാണ്. ഇടവഴിയിലും ഫുള്ളും വെള്ളത്തോട് വെള്ളമായിരുന്നു. ഞാനങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സൈഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അപ്പം ഞാൻ കരുതി വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. മിക്ക വീടുകളിലും അവിടെ എല്ലാം വെള്ളം കയറി നാശമായിട്ടുണ്ട്. ഫുൾ വെളി മൊത്തം അവരുടെയൊക്കെ വീടുകളിൽ നാശമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് ഫ്രണ്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ വീട്ടിലോട്ട് ഇറങ്ങുന്ന വഴി ആ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പം ഞാൻ അവിടം വരെ വരാണ്ടില്ലേ, ശക്തമായിട്ട് ഈ സ്ലാവ് തുറന്നാലാണ് വെള്ളം എല്ലാം ഇറങ്ങി അതിനകത്തോട്ട് പോകുന്നത്. അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഓരോന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഈ കലങ്ങിലോട്ടാണ് എല്ലാ വെള്ളവും അതിലേക്കൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. ഈ കലങ്ങൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. കലങ്ങിലോട്ട് കഠിനമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇറങ്ങി വരുന്ന വഴി. അവിടെ ഫുള്ളും നോക്കിയൊക്കെയാണ് നടക്കുന്നത്. ഈ ഏരിയയിൽ ഒട്ടും വെള്ളം കയറാഞ്ഞത് ഈ വീടും പിന്നെ വേറൊരു ഈ വലതുവശത്ത് കാണുന്ന ഈ ഗേറ്റിട്ട വീട്ടിലാണ് കേട്ടോ. കാരണം അവിടെ കുറച്ചും കൂടെ പൊക്കമുണ്ട്. അതുകൊണ്ട് അവിടെ അവരെ വീട്ടിൽ നിന്ന് കയറിയത് ഇനി ഇറങ്ങി താഴോട്ട് പോകുന്ന രീതിയിലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ 2 വീട്ടിൽ മാത്രം വെള്ളം കയറിയിട്ടില്ല. പിന്നെ നമ്മൾ ആ ഒരു ഗേറ്റ് എല്ലാവരും പറഞ്ഞ് നമ്മളതങ്ങ് തുറക്കുക, എന്നാലേ അകത്തുള്ള വെള്ളങ്ങൾ ഇറങ്ങി പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അത് തുറക്കാൻ വേണ്ടി പോയതാണ്. അവിടെ തുറന്നപ്പോഴത്തേനും ഫുൾ വെള്ളമെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്.
ചെറിയതായിട്ട് ചെറിയ അവിടെയൊക്കെ മറ്റുള്ള അവിടത്തേക്ക് അപേക്ഷിച്ച് വളരെ ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ അകത്ത്. എന്നാലും അത് തുറന്നപ്പോഴത്തേനും ആ ഉള്ള വെള്ളം എല്ലായിടത്തും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കുത്തിക്കളയാനായിട്ട് അച്ഛനൊരു പൈപ്പും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ദേ ഇത് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് വശത്ത് സൈഡ് വശത്തുള്ള അവരുടെ വീടിൻ്റെയും വഴിയുടെയൊക്കെ ഒരു അവസ്ഥയാണ്. അവർക്ക് എപ്പോൾ ഒരു ചെറിയ മഴ പെയ്താലും ദേ ഈ ഒരു സ്ഥലത്താണ് എപ്പോഴും വെള്ളം കയറുന്നത്. ഈ കുറച്ച് ഇവിടെ 3-4 വീടുണ്ട്. ആ വീട് അവിടെ ഫുള്ളും വെള്ളം കയറും. എപ്പോഴും അങ്ങനെയാണ്, ചെളിയും. പിന്നെ നമ്മുടെ കിണറൊക്കെ വേണ്ട നിറഞ്ഞ് തുളുമ്പി. ഇനി കൈ വെച്ചിട്ടൊന്ന് മുക്കിയെടുക്കാവുന്ന അത്ര വെള്ളമേ അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് നിറഞ്ഞിട്ടുണ്ട് വെള്ളം. പിന്നെ വേണ്ട അമ്മയും അച്ഛനും എല്ലാവരും മെയിനും എല്ലാവരും ഇനി പെരയ്ക്കകത്ത് കയറി. കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴത്തേനും ഇനി പെരയ്ക്കകത്ത് കയറി. അപ്പോഴത്തേനാണ് അറിഞ്ഞത് വേണ്ട അവിടെ അവർ സ്ലാബ് തുറന്നു, അവിടെ ഓവ് തുറന്നെന്ന് അറിഞ്ഞു. അപ്പോഴത്തേനും വേണ്ട ആ ഒരു വെള്ളം എല്ലാം അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ ഒന്ന് തുറന്നാൽ തീരാവുന്ന പ്രശ്നം വെള്ളമേ ഉള്ളൂ. ഇവിടെ വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങിയെന്നുള്ള തോന്നൽ വന്നപ്പോഴത്തേനും ഞങ്ങൾ ചന്തയിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോഴാണ് അവനൊരു ബുദ്ധി തോന്നിയത്, എന്തിനേ ഈ വെള്ളം പാഴാക്കുന്നത്, നമുക്ക് വണ്ടിയും കൂടെ അങ്ങ് കഴുകിയിട്ട് പോകാമെന്ന്. അങ്ങനെ അവിടെ കിടന്ന് ആ വെള്ളം മുക്കിയിട്ട് അവൻ ആ വണ്ടി എല്ലാം വൃത്തിയായിട്ട് കഴുകി. വൃത്തിയായിട്ട് സോപ്പിട്ടൊന്നും കഴുകിയില്ല, ചെറുതായിട്ട് അതിൻ്റെ വീലിനകത്തുള്ള അഴുക്കുകളും അതും ഇതുമൊക്കെ അവനത് ഉരച്ച് കഴിഞ്ഞിട്ട് ആ താറയിൽ നിന്ന് വെള്ളം മുക്കി ഇങ്ങനെ ഒഴിച്ച് ചെയ്ത് നല്ല വൃത്തിയായിട്ട്, എന്തായാലും അവനെക്കൊണ്ട് പറ്റുന്നത്ര വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട് വണ്ടി. അച്ഛന് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം കിട്ടാത്ത രീതിയിൽ അച്ഛൻ അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടക്കുകയാണ്. അച്ഛൻ അവിടെ ഞങ്ങളോട് ഓടി ഒന്ന് പറഞ്ഞു, ആ ഊട്ടയിൽ നിന്ന് ഒരു കൈതക്കോര മീൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കണ്ടെന്ന്. അങ്ങനെ അച്ഛൻ അപ്പം തൊട്ട് അവിടെ വന്ന് നോക്കുക, ആ മീൻ എങ്ങോട്ട് പോയി എന്ന് നോക്കിക്കൊണ്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ സാധാരണ അമ്മ മുട്ടിപ്പോയി അവിടെ വയലിൽ നിന്നാണ് മീനൊക്കെ പിടിക്കുന്നത്. ഇത് ചിലപ്പം വയലിൽ അച്ഛൻ, എനിക്ക് തോന്നുന്നു അവിടെ വയലുണ്ട്, ആ വയലിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വന്ന മീൻ അങ്ങനെ കയറി തോട്ടയിൽ കൂടെ ഇറങ്ങി വന്നതായിരിക്കും. അങ്ങനെ ചന്തയിൽ പോകാനായിട്ട് വഴി എത്തിയപ്പോഴത്തേനും ഇവിടെ ഈ ഒരു നമ്മളെ വീട്ടിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരും, ബാക്ക് സൈഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര വിഷയമായിട്ട് കിടക്കുന്നു റോട്ടിൽ. അങ്ങനെ ഞങ്ങളിതേ മീനൊന്നും വലുതായിട്ടില്ലായിരുന്നു, 2-3 പേരേ ഉള്ളായിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് കുറച്ച് മീനും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്മാമ്മൂട്ടിൻ്റെ സൈഡിലോട്ട് പോയി. അവിടെ ഞങ്ങൾ എപ്പം വെള്ളം വന്നാലും ഞങ്ങൾ ഓടിപ്പോകുന്നത് വയൽ കാണാനാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗി, നല്ല രസമാണ്. അമ്പലമൊക്കെ അതുകൊണ്ട് അവിടെ കണ്ടില്ല, നടുക്ക് ജസ്റ്റ് കാണാൻ പാടായിരിക്കും. അമ്പലമൊക്കെ അവിടെ നിന്ന് ഫുൾ അമ്പലത്തിലോട്ട് പോകാൻ പറ്റാത്തത്ര വെള്ളമാവും വയലിൽ. പിന്നെ പൂജാരിക്ക് എങ്ങനെയെങ്കിലും തുഴഞ്ഞാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഒരു അവസ്ഥയും കൂടെ എടുത്ത് കാണിക്കുക. ഇതാണ് ആറ് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേന് ഈ ആറിലുള്ള വെള്ളമെല്ലാം ഫുള്ളും വയലിലോട്ട് ഇറങ്ങും, മീനും ഇതെല്ലാം വയലിലോട്ട് ഇറങ്ങും. ഇപ്പോൾ തന്നെ മീൻ പിടിക്കാനായിട്ട് ഒത്തിരി ആളുകൾ ചൂണ്ടയും കൊണ്ടുവച്ച് അവിടെ എവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ വയലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെയുള്ള വീടുകൾ, ഞങ്ങൾ അമ്മാമ്മ വീട്ടിനടുത്തുള്ള അവിടെ ഫുള്ള് വീടുകളിലെല്ലാം അകത്ത് വെള്ളം കയറും. അകത്തെ ആ സിറ്റൗട്ട് വരെ വെള്ളം കയറും. അങ്ങനൊരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഈ ആറ് നിറഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോഴത്തേനും ഞങ്ങളിതേ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് അവൻ കൈതക്കൊര മീനുള്ള സൈറ്റുകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ നിർത്തിയേക്കുവാണ്. ഇവിടെയൊക്കെയാണ് അവന്മാർ ഒന്ന് ചൂണ്ടയിടുന്നത്, അതുകൊണ്ടാണ് അവൻ മീനിൻ്റെ സൈറ്റൊക്കെ അറിയാം. അതുകൊണ്ട് അവൻ മീനിൻ്റെ സൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെയും കൊണ്ട് ഇങ്ങനെ പോവാണ് മഴയത്ത്. ഈ സ്ഥലത്തിൻ്റെ പേര് പെരുങ്കുളം എന്നാണ് കേട്ടോ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം, പുതുച്ചിറ പെരുങ്കുളം എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാമനെയും കൂടെ നോക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. മാമൻ എവിടെയെങ്കിലും ഒരിടത്ത് ചൂണ്ടയും കൊണ്ട് കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ അത് ലൈവായിട്ട് മീനെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ട കുഞ്ഞു കുഞ്ഞു മീനുകൾ പോകുന്നുണ്ട്. ആ മീനുകളെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇത് കുഞ്ഞു കുഞ്ഞു മീനാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഓരോരുത്തരാണെങ്കിൽ ഇപ്പം മഴ കൂടി നിൽക്കുന്നതുകൊണ്ട് മീനൊന്നും വലുതായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴൊന്നും വന്നിരിക്കാത്തത്. ഇന്നലെ വരെ ഇവിടെ മൊത്തവും ഒരു കുതിരയെടുപ്പിനുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, പട്ടിഷോ കാണിച്ചുകൊണ്ട് ചെറുക്കൻ. മീനിൻ്റെ ഒരുപാട് കൊത്തലുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാവരും മിക്കവരും ഇവിടെയൊക്കെയാണ് ചൂണ്ടയിടാൻ വരുന്നത്. ചൂണ്ടയിടാൻ വന്ന ഒരു കൈതക്കോരെങ്കിലും കിട്ടാതെ ആരും പോത്തില്ല. അത് ഇഷ്ടം പോലെ കൊത്തലുള്ള സ്ഥലമാണിത്. അങ്ങനെ മഴയാണെങ്കിൽ നല്ല രീതിയിൽ ഉറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഫോണും തന്നെയും എല്ലാം തന്നെ. അതുകൊണ്ട് നമ്മളിത് തിരിച്ചങ്ങോട്ട് പോകാൻ തിരിച്ച് കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് വളഞ്ഞ് വരാമെന്ന് കരുതി ഫ്രണ്ടിലോട്ട് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേനാണ് ഞങ്ങളുടെ മാമനെ അവിടെ നിൽക്കുന്നുണ്ട്. മാമനെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞങ്ങളെ മീൻ പിടിക്കുന്ന ഞങ്ങളെ മാമനാണ്, എൻ്റെ മൂത്തതല്ല, എൻ്റെ അമ്മയ്ക്ക് ഇളയതിൻ്റെ ഇളയ മാമനാണത്. ഞങ്ങളെ മാമനെ എപ്പോഴും ചൂണ്ടയിടൽ ഭയങ്കര ഇഷ്ടമാണ്. ചൂണ്ടയിടാനും മീൻ പിടിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ജോലിയില്ലാത്ത സമയത്തൊക്കെ ചൂണ്ടയിടാനായിട്ട് എപ്പോഴും വയലിൽ പോയി ഇഷ്ടം പോലെ മീനെ പിടിച്ചുകൊണ്ടൊക്കെ തരും. പിന്നെ വയലിലോട്ട് ഞങ്ങളെ അമ്മാമ്മൂട്ടിലോട്ട് പോകുന്ന വഴി ഫുള്ളും വെള്ളമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേണ്ട് ഞങ്ങളെ വയൽ
വയൽ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് പിള്ളേരുടെ ചങ്ങാടങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങോട്ടൊന്ന് പോകുന്നതായിരിക്കും. അങ്ങനെ മാമൻ്റെ അടുത്ത് ചെന്നപ്പോൾ മാമൻ ഒരു പണിയും തന്നിട്ടാണ് കിണ്ണനെ ഇങ്ങോട്ട് വിട്ടത്. കിണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ അനിയനെ ഇങ്ങോട്ട് വിട്ടത്. വീട്ടിൽ പോയി ഒരു ചൂണ്ടയും ഫ്രിഡ്ജിൽ കുറച്ച് കൊഞ്ചും ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇങ്ങ് എടുത്തുകൊണ്ട് വാടാ മോനേന്നും പറഞ്ഞ് മാമൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ അവൻ കുഞ്ഞാടിയും വിളിച്ചുകൊണ്ട് അവൻ മാമൻ്റെ അടുത്തോട്ട് പോയി. പിന്നെ ഞാനും അമ്പാടിയും കുറച്ച് നേരത്തേക്ക് പോസ്റ്റ് ആയിരുന്നു. അപ്പോഴത്തേൻ്റെ മീൻ മേടിക്കാൻ മതി മേടിക്കാൻ പോയ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നോക്കട്ടെടാ അമ്മരം നമ്മളെ വീടിന്റെ ബാക്കിലുള്ള വെള്ളത്തിൽ പോവുകയാണ്. നമ്മളെ കരയിൽ തന്നെ ഇത്രയും ആഴമുണ്ട്. കരയിൽ തന്നെ ഇത്രയും ആഴമുണ്ട്. പിന്നെ തന്നെ മുട്ടി വരെ ഉണ്ട്. അന്നേരം വെള്ളത്തിലോട്ട് ഇറങ്ങിയാൽ നമ്മളെ അര വരെ തണുത്തോവും. നമ്മളെ അപ്പുറത്തെ വീട്ടിലുള്ള പിള്ളേർ എടുത്തയാണ് ചങ്ങാടം ഉണ്ടാക്കിയതാണ്. ഗൈസോ ചങ്ങാടം കിടക്കുന്നുണ്ടില്ലേ. ഗൈസ് ഇവിടെ അതിശക്തമായ മഴയാണ്. ഗൈസ് കിണ്ണടം മാങ്ങയൊക്കെ പറക്കി എറിയുന്നുണ്ട്. ഗൈസ് കിണ്ണടം മാങ്ങയൊക്കെ പറക്കിയതോ നല്ല വൈബല്ലേ ഗൈസോ. ചങ്ങാടം ഉണ്ട്, എല്ലാം ഉണ്ട്, നല്ല മരങ്ങളുണ്ട്. ഗൈസ് ഭയങ്കര വൈബാണ്. ഇതിലൊക്കെ മീൻ പിടിക്കാൻ നല്ല സുഖമാണ്. ഗൈസ് ഗൈസ് ഇവിടെ അത്രയ്ക്ക് മീനാണ് ഗൈസ്. ഗൈസ് നമ്മളെ കാൽമുട്ട് വരെ ഉണ്ട് വെള്ളം. കരയാണ് ഗൈസ്. ഇത് നമ്മുടെ നൈനുൻ്റെ 1ാം ബർത്ത്ഡേക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ നൈനുനെ കൊണ്ടുവന്നാൽ നൈനു ഇവിടെ മുങ്ങുന്നതാണ് ഗൈസ്. പഴുത്ത മാങ്ങ. ഇതൊക്കെ മഴയത്ത് നിന്ന് നല്ല വൈബാട്ടോ. മാമ്പഴം കേറി പോയി. നമ്മളിത് വയലിലെ ചങ്ങാടത്തിലോട്ടൊന്ന് കാണിക്കാം. ഇവന്മാർ കുറേ ദിവസം കൊണ്ട് ചങ്ങാടത്തിൽ പോവാന്ന് പറയുന്നു. അങ്ങനെ ചങ്ങാടം ഒന്ന് കാണാനായിട്ട് പോവാണ് കേട്ടോ. പറ്റുമോന്നറിയാൻ വയ്യ. ഇവിടെ മൊത്തവും തെന്നിക്കിടക്കുക. മൊത്തം ചെളിയൊക്കെ ഉണ്ട്, കൊളയട്ടയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇവന്മാർ. സൂക്ഷിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ വയലാണ്. പണ്ടൊക്കെ ഇവിടെ ഫുള്ളായിട്ട് വെള്ളം കയറുമായിരുന്നു. രണ്ടമ്മമാർ അങ്ങനെ ചങ്ങാടത്തിനകത്തോട്ട് കയറുകയാണ്. മാറാതാ അതാ മാറേ. ഇവിടെ ചങ്ങാടങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെ ചങ്ങാടം ണേ. കണ്ട കിണനെയും കൊണ്ട് ചങ്ങാടത്തി കുഞ്ഞാടി തുടങ്ങുകയാണ്. എടാ എവിടെടാ തടിയാ. അങ്ങോട്ട് കുറച്ച് ആഴുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ വയലാണ്. ഇത് മൊത്തം തൊടിയായിരുന്നു. അങ്ങോട്ടൊക്കെ വയലാണ്. പണ്ടൊക്കെ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേനും എൻ്റെ മാമ്മമാരൊക്കെ ചങ്ങാടം കെട്ടായിരുന്നു. പിള്ളേരുടെ ചങ്ങാടമാണ്. മറ്റൊക്കെ പഴയ നല്ല അടിപൊളി ചങ്ങാടങ്ങളൊക്കെ കെട്ടി അങ്ങ് വരെ പോകും. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേനും ചങ്ങാടം ഇല്ലാതെ എല്ലാവരും തുഴഞ്ഞായിരിക്കും വരുന്നത്. നീന്തിയൊക്കെ ആയിരിക്കും വരുന്നത്. എടാ ഇതെന്താണ് കൊട? എൻ്റെ കൊട പോയി ഗായ്സ്. കുഞ്ഞാടി ഇവിടെ കിടന്ന്, അമ്പാടി ഇവിടെ കിടന്ന് നല്ല ഒരു അണിക്കാണ്. ഇങ്ങോട്ട് വാടേ പോവാ. തണുക്കുന്നു. തിരിച്ചു വരികയാണ്. മറിഞ്ഞു വീണു ഗായ്സ്. മൊത്തം ഞാൻ ഇവിടെ വരെ മുങ്ങിയിട്ടുണ്ട് ഗായ്സ്.
അപകടം പറ്റിയിട്ടുണ്ട് ഗൈസ്. ചെറിയ ചെറിയ മുറിവുകൾ അതൊക്കെ നമ്മൾ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള വയല്. രക്ഷിച്ചില്ല ഗൈസ്. ഈ ചങ്ങാടം കൊണ്ട് ഇവന്മാർ അങ്ങ് വരെയൊക്കെ പോകും കേട്ടോ. ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവാണ്. ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടിട്ടാണ് നടന്നുകൊണ്ട്, എന്നാലും ചെറുതായിട്ട് ചെളിയൊക്കെ അടിയിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും തെന്നലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഫോണൊക്കെ കറ വീടാതെ എങ്ങനെയെങ്കിലും സൂക്ഷിച്ചങ്ങ് നടന്നു പോയി. പിന്നെ പിള്ളേരെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി മാമൻ്റെ അടുത്ത് ആട്ടിൻ്റെ അടുത്തോട്ട് ഒന്ന് വന്നതാണ്. അപ്പോഴത്തേനും മാമനും കൂട്ടാനും കൂടെ വല എറിയാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പിൽ നിൽക്കുന്നത്. അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഫ്രോഗ് ഇല്ലാത്തതുകൊണ്ട് ഫ്രോഗിനെ മേടിക്കാനുള്ള പൈസയൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങളത് തിരിച്ച് പിന്നെയും വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെ സ്ഥിതി എങ്ങനെ ആയെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ രാവിലെ കണ്ടത് ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ ആളുകളൊക്കെ കൂടിയിരുന്ന സ്ഥലമായിരുന്നു. അവിടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വേണ്ട കണ്ട രാവിലെ പോയത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഓട ഇറക്കി മാറ്റുമ്പോഴത്തേന് ഫുള്ള് വെള്ളം ഇറങ്ങുമെന്ന്. അങ്ങനെ വേണ്ട എല്ലാ വെള്ളവും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് കണ്ട എല്ലാ വെള്ളവും പോയിട്ടുണ്ട്. ആ വീടിലെ ഞാൻ ഈ വീടിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഫുള്ളായിട്ട് വെള്ളം കയറിയെന്ന്. ആ വീട്ടിലെയും വെള്ളം എല്ലാം പോയി, അവിടെ നിന്നെല്ലാം വെള്ളവും പോയി. പിന്നെ അടുത്ത വർഷത്തിൽ വന്നാൽ ഷംനാഥയുടെ വീട്ടിലെയും വെള്ളം എല്ലാം പോയി. അങ്ങനെ കുറച്ച് നേരത്തെ എല്ലാവരുടെയും പ്രയത്നത്തിനൊടുവിൽ നമ്മളെ വെള്ളമെല്ലാം പോയി. അതിനുശേഷം അവിടെ ഒരു കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്കൂടെ വണ്ടി പോകാതെ അവിടെ ഇറക്കി വെച്ചേക്കുവാണ്. മറ്റേ സ്ലാവ് ഇറക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്കൂടെ പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ നൈനുവിനെ കൊണ്ടുപോയില്ല, മഴയായതുകൊണ്ട്. അങ്ങനെ കുഞ്ഞു ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ പൊന്നു മോള്. അങ്ങനെ പിള്ളേരെല്ലാവരും കോട്ടും അതും ഇതും എല്ലാം കൂടെ ഓരോരുത്തടുത്ത് വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ വഴിയുന്ന വരിക്ക് പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് പപ്സും മഴയും. ആ മഴയത്തിരുന്ന് കഴിക്കാൻ എന്ത് രസമാണെന്നറിയാമോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ നല്ല ചൂട് പപ്സും ഓരോരുത്തർക്കായിട്ട് എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ അതും കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ മഴ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അവസ്ഥയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.